ലൂണയും മുത്തുമണിയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. ലക്കിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇളയ ബ്രദറിൻ്റെ കൂടെ ഇങ്ങനെ എപ്പോഴും അവൻ്റെ കൂടെ തന്നെയാണ്. ഇപ്പോൾ ഈ 3 മാസമായ എൻ്റെ ബ്രദർ ഇവിടെ വന്നിട്ട് ഈ 3 മാസങ്ങൾക്ക് മുമ്പ് വരെ എൻ്റെ ബ്രദർ വീട്ടിനകത്ത് കയറത്തില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ നിന്നുകൊണ്ട് കാര്യം പറഞ്ഞിട്ട് പോകും. കാരണം ഡോഗ് ഉണ്ട്, അതാണ് അവൻ്റെ പ്രശ്നം. ഇപ്പം 3 മാസമായിട്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ഇടപഴകിയപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ കാര്യം എന്നുള്ളൊരു ചിന്ത അവനും വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ലക്കിക്ക് ഞാൻ ഫുഡ് കൊടുക്കുക, ബൂക്കിയെ ഞാൻ ചെയ്യുക. ഇപ്പോൾ ബൂക്കിയുടെ ലക്കിയുടെയൊക്കെ ഒട്ടുമിക്ക കാര്യങ്ങളിപ്പോൾ അവൻ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഓരോ മാറ്റങ്ങളൊക്കെ വരുമല്ലേ. നമ്മൾ ചിന്തിച്ച് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങ് മാറിപ്പോയി. കുറച്ചൊക്കെ നമ്മൾ മാറി ചിന്തിക്കുക. അതുകൊണ്ടായിരിക്കാം ഞാൻ പതുക്കെ വന്നത്. ഇവരെന്താ മേളിൽ ചെയ്യണേന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ 2 പേരും നല്ല ഉറക്കമാണ്. മോട്ടു അറിഞ്ഞിട്ടില്ല, ബൂക്കി അറിഞ്ഞിട്ടില്ല. ഇതാ അവിടെ ഒരു ടേബിൾ കണ്ടില്ലേ, എൻ്റെ കസിൻ വീട്ടിൽ പുതിയ ടേബിൾ വാങ്ങിച്ചപ്പോൾ അവളിത് കളയാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ ഞാൻ പോയി വാങ്ങി. എന്നിട്ട് അതിൻ്റെ മേശയുടെ താഴെ ബുഷൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ആശാരിയെ വിളിച്ച് ബുഷൊക്കെ ഇട്ട് ഇവർക്ക് 2 പേർക്കും ഇതാ മോട്ടു ഇപ്പോഴാണ് അറിഞ്ഞത്. ഇവർക്ക് 2 പേർക്കും കയറി എപ്പോഴും മേളിൽ കയറി ഇരിക്കണം. താഴെ കുട്ടികളൊക്കെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ ആ മേശ അവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു. ഞാനിങ്ങോട്ട് പോന്നപ്പോഴത്തേക്കും ലൂണി ഇങ്ങോട്ട് പോന്നു. ബൂക്കിക്ക് ഉറക്കക്ഷീണം കൊണ്ട് എണീക്കാൻ വയ്യാന്ന് തോന്നുന്നു. ബൂക്കി നല്ല ഉറക്കം. എൻ്റെ മോട്ടുവിന് പിന്നെ സ്നേഹം ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കാൻ അറിയാം. ബൂക്കിക്ക് അത്രയും സ്നേഹമുണ്ട്, പക്ഷേ അങ്ങനെ ഓവറായിട്ട് കാട്ടിക്കൂട്ടാനൊന്നും അവന് താല്പര്യമില്ല.